മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുർവാസാവേ, സുദർശനം എന്റേതാണ്, സംശയമേതുമില്ല. എന്നാൽ ഇപ്പോഴത് അംബരീഷിനെ സംരക്ഷിക്കുകയാണ്. അവനാൽ മാത്രമേ ചക്രത്തെ നിയന്ത്രിക്കുവാനാകൂ. അവനോട് സംസാരിക്കൂ, അവന് ചക്രം പിൻവലിക്കുവാനാകും. ഒടുവിൽ മുനി താൻ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചോടി. പ്രിയരെ നമസ്കാരം. സത്യയുഗത്തിലെ ഒരു രാജാവായിരുന്നു അംബരീഷ്. അദ്ദേഹം മഹാനായ ഭരണകർത്താവും പ്രജകളുടെ പ്രിയപ്പെട്ടവനുമായിരുന്നു. ഒരു ഉത്തമ രാജാവ് എന്നതുപോലെ മഹാവിഷ്ണുവിൻ്റെ വലിയൊരു ഭക്തൻ കൂടിയാണ് അംബരീഷ്. രാജാവിൻ്റെ ഭക്തിയാൽ സന്തുഷ്ടനായ മഹാവിഷ്ണു തൻ്റെ ആയുധമായ സുദർശന ചക്രം നൽകി രാജാവിനെ അനുഗ്രഹിച്ചു. സുദർശന ചക്രത്തിൻ്റെ സംരക്ഷണത്തിലിരിക്കുന്ന ഒരു വ്യക്തി മറ്റെല്ലാത്തിൽ നിന്നും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. സുദർശന ചക്രം ലഭിച്ചതിനു ശേഷം അംബരീഷ് രാജാവും രാജ്യവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു. തൻ്റെ ജനതയ്ക്ക് വേണ്ടി പൂർണ്ണമായും നിലകൊള്ളുന്ന വ്യക്തിത്വവുമായിരുന്നു. അംബരീഷന് ഭഗവാനോടുള്ള ഭക്തിയിനാൽ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. എല്ലാ മാസവും 11-ാം തീയതി ഉപവാസം അനുഷ്ഠിക്കുന്നത് പതിവാണ്. പിറ്റേ ദിവസമായിരിക്കും വ്രതം മുറിക്കുന്നത്. വർഷങ്ങളോളമായി മുടങ്ങാതെ രാജാവ് ഉപവസിക്കുന്നു. അംബരീഷിന്റെ ഉപവാസത്തിനാൽ ആശങ്കാകുലനായത് ദേവന്മാരുടെ അധിപതിയായ ഇന്ദ്രനാണ്. ഇതിനകം തന്നെ രാജാവിന് സുദർശന ചക്രം പ്രാപ്യമായി. അതൻ നിമിത്തം തന്നെ അദ്ദേഹം വളരെ ശക്തനാണ്. ഈ വ്രതം വിജയകരമായി പൂർത്തിയാക്കുന്നതോടെ അംബരീഷ് തന്നേക്കാൾ ശക്തനാകുമെന്ന വെപ്രാളമായിരുന്നു ഇന്ദ്രന്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച സമയത്താണ് അവിചാരിതമായി ദുർവാസാവ് മഹർഷിയെ കണ്ടുമുട്ടുന്നത്. സപ്തഋഷികളിൽ ഒരാളും ശിവന്റെ അവതാരവുമായ ദുർവാസാവ് ക്ഷിപ്രകോപിയാണ്. ക്ഷിപ്രകോപമെന്ന ആ മഹാന്റെ പോരായ്മയാൽ വളരെ വേഗത്തിൽ അതൃപ്തനാവുകയും അടുത്ത നിമിഷം തന്നെ ആരെന്ന് നോക്കാതെ ശപിക്കുകയും ചെയ്യും. മുനിയെ കണ്ട മാത്രയിൽ തന്നെ ഇന്ദ്രന് ഒരു ആശയം തോന്നി. ഇന്ദ്രൻ ദുർവാസാവിനെ സാഷ്ടാംഗം പ്രണമിച്ചു. മഹർഷേ, അങ്ങയെ കണ്ടുമുട്ടിയതിൽ ഞാൻ കൃതാർത്ഥനാണ്. ദേവന്മാരുടെ അധിപതിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ദുർവാസാവിനും ആശ്ചര്യം. ആളുകൾ തന്നിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവമാണ് മഹർഷിക്ക് ഏറെയും. കാരണം ഋഷിയുടെ കോപത്തെ എല്ലാവരും ഭയപ്പെടുന്നു. എന്നാൽ പതിവിന് വിപരീതമായി കണ്ടുമുട്ടിയതിൽ സന്തോഷമെന്ന് പറയുന്ന ഒരാൾ ഇവിടെയുണ്ട്. അദ്ദേഹം സന്തോഷത്തോടെ ഇന്ദ്രനെ അനുഗ്രഹിച്ചു. ഇന്ദ്രൻ തൻ്റെ ഏറ്റവും മികച്ച പെരുമാറ്റം പുറത്തെടുത്തു. താമസിയാതെ മുനി ദുർവാസാവിൻ്റെ കോപത്തെ മറികടന്നു. മുനി ഇന്ദ്രൻ്റെ ആതിഥ്യം സന്തുഷ്ടം സ്വീകരിച്ചു. ആ സന്തുഷ്ടമായ സന്ദർഭത്തിൽ ഇന്ദ്രൻ അദ്ദേഹത്തോട് തിരക്കി, മഹാമുനെ, അംബരീഷ് രാജാവിൻ്റെ ഉപവാസത്തെക്കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ യഥാർത്ഥ ഭക്തനാണെന്നാണ് കേൾവി. ഇത്രയും കാലം വ്രതമനുഷ്ഠിക്കുന്ന അദ്ദേഹം ശരിക്കും ഒരു മഹാരാജാവായിരിക്കണം. അംബരീഷിനെ കുറിച്ച് കേട്ടപ്പോൾ ദുർവാസാവിനും താല്പര്യവും ജിജ്ഞാസയും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ ഇന്ദ്രൻ എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ നിർത്തി. അദ്ദേഹം തൻ്റെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി നാളെ നോമ്പ് തുറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു മികച്ച അവസരമായിരിക്കും മഹർഷേ. മുനി ദുർവാസാവ് ഇന്ദ്രനെ അനുകൂലിച്ച് തലയാട്ടി. അതെ, അതൊരു മികച്ച അനുഭവമായിരിക്കും. അത് ദർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ദ്രൻ അത്യുത്സാഹത്തോടെ ഏറ്റുപിടിച്ചു. മുനി ദുർവാസാവ് എപ്പോഴും ദേഷ്യപ്പെടുവാനായി എന്തെങ്കിലും കണ്ടെത്തുമെന്നും അംബരീഷ് രാജാവിന് തന്റെ പാതയിൽ നിന്ന് ഒരു ചുവട് പിഴച്ചാൽ പോലും വ്രതം പൂർണ്ണമാകില്ലെന്നും ഇന്ദ്രന് അറിയാം. ഇന്ദ്രനൊരു ഊറിയ ചിരി ചിരിച്ചു. അടുത്ത ദിവസം തന്നെ ദുർവാസാവ് അംബരീഷിന്റെ കൊട്ടാരം സന്ദർശിച്ചു. അംബരീഷിനും അപ്രതീക്ഷിതമായ മുനിയുടെ ആഗമനത്തിൽ അതിയായ സന്തോഷം. രാജാവും മഹർഷിയെ നല്ലപോലെ പരിചരിച്ചു. തന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം മഹർഷിക്കായി സമർപ്പിച്ചു. അദ്ദേഹം തൃപ്തിയോടെ തലകുലുക്കി. അംബരീഷ്, ഞാൻ ഇപ്പോൾ ആഗതനായതേ ഉള്ളൂ. ആദ്യം എനിക്കൊന്ന് കുളിക്കണം. അതിനുശേഷം നമുക്കിരുവർക്കും ഒപ്പമിരുന്ന് ഭോജനം കഴിക്കാം. താങ്കൾ ഉടൻ നോമ്പ് തുറക്കാൻ പോവുകയാണെന്ന് ഞാൻ കരുതുന്നു. അത് കേട്ട അംബരീഷ് മന്ദഹസിച്ചു. അതേ ഗുരു, ഇനി 2 മണിക്കൂർ കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ അനുയോജ്യമായ സമയമായിരിക്കും. അംബരീഷ് സമ്മതിച്ചു. മുനിയും പരിവാരങ്ങളും സ്നാനത്തിനായി നീങ്ങി. എങ്കിലും പതിവ് പോലെ കഥയിൽ ഒരു വഴിത്തിരിവുണ്ടായി. മുനി ദുർവാസാവ് തിരിച്ചെത്താൻ താമസിക്കുകയും ശുഭമുഹൂർത്തം സംജാതമാവുകയും ചെയ്തു. രാജാവിൻ്റെ മന്ത്രിമാർ മുൻപോട്ട് വന്നു. പ്രഭോ, അങ്ങ് നോമ്പ് തുറക്കുവാനായി ഒരു മിടുക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഋഷി വരട്ടെ, ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. രാജാവ് നിഷേധിച്ചു. ദുർവാസാവ് മുനി ഇന്നെൻ്റെ അതിഥിയാണ്. അദ്ദേഹം വരുമെന്ന് പറഞ്ഞതിനാൽ നോമ്പ് തുറക്കുന്നത് ശരിയാകില്ല. ഞാൻ അദ്ദേഹത്തിനായി കാത്തിരിക്കുകയാണ്. രാജാവിൻ്റെ വാക്കുകളിൽ ദൃഢനിശ്ചയം. എങ്കിലും മഹർഷി വന്നില്ല. മന്ത്രിമാർ വീണ്ടും പറഞ്ഞു, പ്രഭോ, നോമ്പ് തുറക്കുവാനുള്ള ശുഭമുഹൂർത്തം ആസന്നമായിരിക്കുന്നു. ഇപ്പോൾ അത് പാലിച്ചില്ലെങ്കിൽ വ്രതാനുഷ്ഠാനം അനുവർത്തിക്കുന്നതിൽ അർത്ഥമില്ലാതെയാകും. ഇതുവരെ അനുഷ്ഠിച്ചതെല്ലാം വൃഥാവിലാവുകയും ചെയ്യും. രാജാവ് ആകുലതയോടെ മഹർഷിക്കായി കണ്ണും നട്ടിരുന്നു. മന്ത്രിമാർ വീണ്ടും ആശങ്കപ്പെടുത്തി, പ്രഭോ, നിങ്ങൾ ഒരു മിടുക്ക് വെള്ളമെങ്കിലും എടുക്കൂ, അതുമാത്രം മതി. അദ്ദേഹം വരാതെ ഭക്ഷണം കഴിക്കുന്നില്ല. സ്ഥിതിഗതികളുടെ അവസ്ഥ മനസ്സിലാക്കി വീണ്ടും മന്ത്രി നിർബന്ധിച്ചു. ഒടുവിൽ അംബരീഷ് സമ്മതിക്കുന്നു. അദ്ദേഹം
ഒരു കവിൾ വെള്ളമെടുത്തതും പൊടുന്നനെ മഹർഷി തിരിച്ചെത്തി. ആ അനാദരവ് ദുർവാസാവിനെ ചൊടിപ്പിച്ചു. അംബരീഷ്, സാധാരണ നിങ്ങൾ നിങ്ങളുടെ അതിഥികളോട് ഇങ്ങനെയാണോ ബഹുമാനം കാണിക്കാറുള്ളത്? ദുർവാസാവ് ക്ഷുഭിതനായി ചോദിച്ചു. ഞാൻ വരുന്നതിന് മുൻപ് നിങ്ങൾ നോമ്പ് മുറിച്ചിരിക്കുന്നു. രാജാവ് താഴ്മയോടെ കൈകൾ ഉയർത്തി. ഗുരുവേ, ശുഭമുഹൂർത്തം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കവിൾ വെള്ളം മാത്രമേ അരുന്തിയുള്ളൂ. എന്ത് ശുഭസമയം! അതിഥികളോട് എങ്ങനെ ഇടപെടണമെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് ശുഭകരമായ സമയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മഹർഷി ക്ഷമയിൽ നിന്നും അകന്നു പോകുമെന്ന് തോന്നി. ഗുരുവേ, താങ്കളെ എൻ്റെ പ്രവൃത്തി വ്രണപ്പെടുത്തിയെങ്കിൽ ക്ഷമിക്കണം. അംബരീഷ് മുനിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ അപരാധം പ്രവർത്തിച്ചു അംബരീഷ. ഞാനിനി എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് കണ്ടോളൂ. മുനി ദുർവാസാവ് തലയിൽ നിന്നൊരു മുടി പറിച്ചെടുത്ത് നിലത്തേക്കെറിഞ്ഞു. അതൊരു പ്രകമ്പനം സൃഷ്ടിക്കുകയും ആ പ്രകമ്പനത്തിൽ നിന്ന് ഒരു അസുരൻ ആവിർഭവിക്കുകയും ചെയ്തു. അംബരീഷിന്റെ മന്ത്രിമാർ ഭയന്നു പിന്മാറി. ദുർവാസാവേ, ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത്? എന്നോട് ആജ്ഞാപിക്കണേ. കനത്ത ശബ്ദത്തിൽ ദുർവാസാവിന്റെ മുൻപിൽ വണങ്ങി നിന്നു ഭീമാകാരനായ അസുരൻ. രാജാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അംബരീഷ് രാജാവിനെ ദുർവാസാവ് നിന്നയോടെ നോക്കി. അവൻ എന്നെ ധിക്കരിച്ചു, അവനെ വധിക്കൂ. പരുഷമായ വാക്കുകളിലൂടെ മഹർഷി രാക്ഷസനോട് കൽപ്പിച്ചു. അസുരൻ രാജാവിനെ ആക്രമിക്കാൻ തുനിഞ്ഞു. മന്ത്രിമാർ ജീവൻ ഭയന്ന് സ്ഥലം വിട്ടു. രാക്ഷസനെ എങ്ങനെ നേരിടണമെന്ന് അറിയില്ലെങ്കിലും അംഗരക്ഷകർ മുന്നോട്ട് വന്ന് അവരുടെ വാളുകൾ പുറത്തെടുത്തു. ആ സന്ദർഭത്തിൽ അംബരീഷ് അവരെ തടഞ്ഞു. ഒന്നും ചെയ്യരുത്, നിങ്ങളുടെ ജീവനുകൾ വിലമതിപ്പുള്ളതാണ്, ഒന്നും പ്രവർത്തിക്കരുത്. മുനി ദുർവാസാവ് കോപം നിറഞ്ഞ കണ്ണുകളോടെ ഈ രംഗം നോക്കി നിൽക്കവേ പടയാളികൾ പരസ്പരം നോക്കി വാളുകൾ പിൻവലിച്ചു. അംബരീഷ് രാജാവ് മഹാപ്രഭുവായ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ നാഥ, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ദയവായി ഈ ദുർഗതിയിൽ നിന്നും എന്നെയും എൻ്റെ ആളുകളെയും സംരക്ഷിക്കുവിൻ. പൊടുന്നനെ അംബരീഷ് രാജാവിൻ്റെ ശിരസിനു മുകളിൽ വിസ്ഫോടനാത്മകമായൊരു അലർച്ച ശബ്ദം പൊട്ടിപ്പുറപ്പെട്ടു. അതേ സന്ദർഭത്തിൽ അസുരൻ മുന്നോട്ടാഞ്ഞ് സൈനികരെ തള്ളിയിടാൻ തുടങ്ങി. പൊട്ടിപ്പുറപ്പെട്ടത് ലോകത്തിലെ തന്നെ ഉന്നതമായ ആയുധവും അംബരീഷിന്റെ പരിപാലകനുമായ സുദർശന ചക്രമായിരുന്നു. സുദർശന ചക്രം അസുരനെ ആക്രമിച്ചപ്പോൾ ദുർവാസാവും അസുരനും പരസ്പരം നോക്കി. അസുരന് ഒന്ന് എതിർക്കുവാനുള്ള അവസരം പോലും നൽകാതെ എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയും മുൻപ് സുദർശന ചക്രം അസുരനെ ആക്രമിച്ചു. അസുരൻ നാമാവശേഷമായി. ഉടൻ ആയുധം ദുർവാസാവിന് നേരെ തിരിഞ്ഞു. ഭീകര ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിൽ വായുവിൽ ചുഴറ്റിക്കൊണ്ട് ചക്രം ദുർവാസാവിന് നേരെ നീങ്ങി. അവിശ്വസനീയമായ കണ്ണുകളോടെ മുനി പിന്തിരിഞ്ഞു നോക്കി. ചക്രത്തെ തന്നാൽ തടയുവാൻ കഴിയില്ലെന്നും അത് തന്നെ നോവിക്കുമെന്നും തിരിച്ചറിഞ്ഞ മഹർഷി പെട്ടെന്ന് തിരിഞ്ഞോടാൻ തുടങ്ങി. അദ്ദേഹം പർവ്വതങ്ങളുടെ മുകളിലൂടെയും സമതലങ്ങളിലൂടെയും ഗുഹയിലൂടെയും വെള്ളത്തിനടിയിലൂടെ പോലും ഓടി. ചക്രം എല്ലായിടത്തും അദ്ദേഹത്തെ പിന്തുടർന്നു. ഭയചകിതനായ മുനി ബ്രഹ്മാവ് വസിക്കുന്ന സത്യലോകത്തേക്ക് ഓടിക്കയറി. ഭഗവാനെ, ദയവായി എന്നെ സഹായിക്കൂ. സുദർശനം എൻ്റെ പിന്നാലെയുണ്ട്. ശ്വാസം മുട്ടിക്കൊണ്ട് ദുർവാസാവ് അഭ്യർത്ഥിച്ചു. ചിരി അടക്കി പിടിച്ചുകൊണ്ട് ബ്രഹ്മാവ് തൻ്റെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചു. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല ദുർവാസാവേ. ദയവായി ശിവന്റെ അടുക്കൽ അഭയം തേടുക. ചക്രത്തിന്റെ ആക്രമണത്തിൽ നിന്നൊഴിഞ്ഞ് വീണ്ടും വനാന്തരങ്ങളിലൂടെയും ഗുഹകളിലൂടെയും ഓടി. തീവ്രമായ മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ കയറി ദുർവാസാവ് മഹർഷി കൈലാസത്തിലെത്തി. എൻ്റെ രക്ഷിതാവേ, ചക്രം എന്ന് ഞരങ്ങിക്കൊണ്ടതിനാൽ അദ്ദേഹത്തിന് വാക്കുകൾ പൂർത്തിയാക്കുവാനായില്ല. മുനിയുടെ അവസ്ഥ കണ്ട് പരമശിവൻ ദയനീയമായി ദുർവാസാവിനെ നോക്കി. സുദർശന ചക്രത്തിന്റെ അധിപതി വിഷ്ണുവാണ്. അദ്ദേഹത്തിന് മാത്രമേ അത് പിൻവലിക്കാൻ കഴിയൂ ദുർവാസാവേ. മറ്റൊരു വഴിയും മുൻപിലില്ലാത്ത ദുർവാസാവ് മുനി വൈകുണ്ഠം ലക്ഷ്യമാക്കി ഓടി. അദ്ദേഹം വിഷ്ണുവിൻ്റെ കാൽക്കൽ വീണു. എൻ്റെ നാഥ, നിങ്ങളുടെ ആയുധത്തിൽ നിന്നും ദയവായി എന്നെ സംരക്ഷിക്കൂ. ദുർവാസാവ് യാചിച്ചു. മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുർവാസാവേ, സുദർശനം എൻ്റേതാണ്, സംശയമേതുമില്ല. എന്നാൽ ഇപ്പോഴത് അംബരീഷിനെ സംരക്ഷിക്കുകയാണ്. അവനാൽ മാത്രമേ ചക്രത്തെ നിയന്ത്രിക്കുവാനാകൂ. അവനോട് സംസാരിക്കൂ, അവന് ചക്രം പിൻവലിക്കുവാനാകും. ഒടുവിൽ മുനി താൻ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചോടി. പാഞ്ഞെത്തിയ ദുർവാസാവിന്റെ രൂപം കണ്ട് അംബരീഷ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഋഷി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകയും മുഖത്ത് മുഴുവൻ മുടിയിഴകൾ വിയർപ്പിൽ മുങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. മുഖത്ത് ഓടിത്തളർന്ന പരവശതയും. മുനി ദുർവാസാവ് ശ്വാസം മുട്ടി പറഞ്ഞു, അംബരീഷ, നിങ്ങളൊരാളാൽ മാത്രമാണ് സുദർശന ചക്രത്തെ പിൻവലിക്കാൻ കഴിയൂ. ദയവായി അതിനെ തിരിച്ചു വിളിക്കൂ. അനുനിമിഷം സുദർശന ചക്രം ശീൽക്കാര ശബ്ദത്തോടെ മുനിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അംബരീഷിന് പെട്ടെന്ന് കാര്യങ്ങൾ ഉണർന്നു. അദ്ദേഹം കണ്ണുകൾ അടച്ചു പിടിച്ച് ഭഗവാനെ ധ്യാനിച്ചു. പരമ്പൊരുളെ, ഈ മഹാമുനിയെ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ ഉണ്ടായിരുന്നതുപോലെ ഇപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അവരുടെ തെറ്റുകൾ പൊറുക്കണം. അദ്ദേഹം ഒരിക്കലും ഈ ശിക്ഷയ്ക്ക് അർഹനല്ല. അദ്ദേഹത്തെ ഉപദ്രവിക്കരുതെന്ന് ദയവായി ചക്രത്തോട് ആജ്ഞാപിക്കുക. അംബരീഷിന്റെ ധ്യാനത്താൽ ചക്രം നിലയ്ക്കുകയും പൊടുന്നനെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മുനി ആശ്വാസത്തിന്റെ നെടുവീർപ്പ് തീർത്തു. സ്വയം നിയന്ത്രിച്ച് നിരവധി ദീർഘനിശ്വാസങ്ങൾ എടുത്തു. ഒടുവിൽ ശാന്തനായപ്പോൾ അംബരീഷിന്റെ അടുത്തേക്ക് വന്നു.
അംബരീഷ്, ഭക്തിയിൽ നിനക്ക് തുല്യനായി ഒരു മനുഷ്യനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തുള്ളി ജലം പാനം ചെയ്ത് നോമ്പ് തുറന്ന് എനിക്കായി കാത്തിരുന്നു. എന്റെ കോപത്തിനാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കണം. മുനി അസന്തുഷ്ടനും ദുഃഖിതനുമായി തുടർന്നു. നിങ്ങൾ മഹാനാണ്. നിന്നെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ എന്നെ നീ രക്ഷിച്ചു. നന്ദി. നിങ്ങൾ ശരിക്കും വലിയ മനസ്സുള്ള ഒരു മനുഷ്യനാണ്. അംബരീഷ് പുഞ്ചിരിച്ചുകൊണ്ട് മുനിയുടെ കാൽക്കൽ നമസ്കരിച്ച് അനുഗ്രഹം ചോദിച്ചു. തുടർന്ന് ഇരുവരും ചേർന്ന് രാജാവിന്റെ നോമ്പ് മുറിച്ചു. അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് അംബരീഷ് വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി. അതൻ നിമിത്തം അദ്ദേഹം സ്വർഗാധിപനായ ഇന്ദ്രനെ പോലെ ശക്തനായി. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.